ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇവിടെയെന്ന് വെച്ചാൽ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ SSCയുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി വരുന്ന റിക്രൂട്ട്മെൻറ്റുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തവർ തീർച്ചയായിട്ടും അക്കൗണ്ട് ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നിങ്ങൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ വലത്തെ സൈഡിലായിട്ട് ലോഗിൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. ഡു യു ഹാവ് ആധാർ എന്നാണ്. ആധാർ കാർഡ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ അവർ ആധാർ കാർഡിൻ്റെ നമ്പർ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ID ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ID കാർഡിൻ്റെ നമ്പരും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ഒന്നും കൂടി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അടിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർക്ക് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. തൊട്ട് താഴെ വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. ഏത് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ നിന്നാണ് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് ബോർഡാണോ ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ബോർഡ് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയർ ഓഫ് പാസിംഗ് അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ലെവൽ ഏതുവരെ ഉണ്ടോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം എൻ്റർ ചെയ്ത ശേഷം കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കറക്റ്റാണ് എങ്കിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ID അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതാണ്. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ആദ്യം പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ആദ്യം ഓൾഡ് പാസ്വേഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മെയിലിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡാണ് അവിടെ ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ന്യൂ പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ പുതിയതായിട്ട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ കൺഫേം പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ പുതുതായിട്ട് എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും റീലോഡായിട്ട്
SSCയുടെ മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ യൂസർ നെയിമും പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി തന്നെ എൻ്റർ ചെയ്തതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ആൻഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉണ്ടോ എന്നാണ്. ഡിസേബിലിറ്റീസ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത 15-ാമതായിട്ട് വെച്ചിരിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് തന്നെയാണോ പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. അപ്പോൾ അതിൽ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. ഇവിടെ ഡിക്ലറേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് ഐ എഗ്രി എന്ന്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. ഇവിടെ OTP ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ഒരു ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ SSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്നതിനായിട്ട് ഇടത്തെ സൈഡിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.